ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് വയനാട് പോയി കെട്ടിയിട്ട് വന്നിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് റെയിൻകോട്ട് ഇട്ടിട്ട് കാറിലിരുന്നു എന്നുള്ള ക്രെഡിറ്റ് നമുക്ക് തന്നെ ആയിരിക്കും. ഇതെന്റെ ഫ്രണ്ട് അരുണാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. ഇന്ന് നല്ല അടിപൊളി കോടയാണ്. സത്യത്തിൽ ഇതൊരിക്കലും കിട്ടുന്ന ഞാൻ വിചാരിച്ചല്ല. ഈ നമ്മുടെ ഈ ഗൂഡല്ലൂർ ഭാഗം, അതേപോലെ ഈ നമ്മുടെ ഈ തമിഴ്നാട് ഭാഗത്തേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച, അതൊരു സത്യം പറഞ്ഞെങ്കിൽ ഒരു സ്വർഗാനുഭൂതിയാണ്. അത് ഇന്ന് ശരിക്കും അനുഭവിക്കാനും പറ്റി. എല്ലാം കൂടി ആയപ്പോൾ നല്ല സൂപ്പറായിരുന്നു. ഇനിയിപ്പോൾ നമ്മളെ പെയിൻ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ അതിലേറെ അടിപൊളിയായി. സത്യത്തിൽ മുന്നോട്ടുള്ള വഴി സത്യത്തിൽ കാണുന്ന പോലുമില്ല, അമ്മാതിരി കോടയാണ്. യാദൃശികമായിട്ട് വന്ന സമയത്ത് ആനേനെ വരെ കാണാനൊരു ഭാഗ്യമുണ്ടായി. പക്ഷെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഇപ്പൊ ഇത് കണ്ടോ, നല്ല സൂപ്പർ കോട. കോടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട തൊട്ട് മുന്നിൽ ആന നിന്നാലോ മറ്റു മൃഗങ്ങൾ നിന്നാലോ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് സുരേഷ് വൈദ്യര് ചികിത്സ നടത്തുന്ന ചെറിയൊരു വീടാണ്. അങ്ങോട്ട് വരാനൊക്കെ ഉള്ള വഴി സൗകര്യമൊക്കെ വീതിയൊക്കെ കുറവാണ് വഴികൾക്ക്. കാരണം അവിടെ പാർക്ക് ചെയ്ത് ഒരുപാട് വണ്ടികൾ ഇട്ടിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ ഡെയിലി വന്ന് കാണുന്നുണ്ട് അവിടെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് എരുമാട് വന്ന് നമ്മൾ കെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കെട്ടിക്കുന്നതിന് മുന്നേ കുറച്ച് നമ്മൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തലേദിവസം നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യണം. നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് കൃത്യമായിട്ട് ടോക്കൺ കിട്ടില്ല. ഇവിടെ കുറഞ്ഞ മരുന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 30 പേരെ കെട്ടാനുള്ള മരുന്നൊക്കെ പുള്ളി ഇവിടെ സ്റ്റോക്ക് ചെയ്യാറുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് കഴിഞ്ഞു പോകും. അപ്പോൾ അവർക്ക് പോയി പറിക്കാനൊക്കെ കൂടുതലും ഈ ആദിവാസി ഗോത്രങ്ങളിൽ പെടുന്ന ആളുകളാണ്. അതായത് അവർ ഈ മൂപ്പന്മാര്, ഊര്, അതേപോലത്തെ ഉള്ള പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് കാടുകളിലെ മരുന്നാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചമരുന്നാണ്. അപ്പോൾ അത്രയും നല്ല മരുന്നാണ്, ട്രീറ്റ്മെന്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ പോകെ ബാക്കി നമ്മൾ പറയുന്നതാണ്. തൈലം എന്ന് എഴുതിയിട്ടുള്ള ഈ വീട്ടിൽ വന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. നമ്മൾ ഇവിടെയൊക്കെയാണ് നമ്മൾ വിളിക്കേണ്ടത്. തലേദിവസം വിളിച്ചിട്ട് ടോക്കൺ മേടിക്കേണ്ടത്. ഇതിന്റെ ഈ വീടിനോട് ചേർന്ന് തൊട്ട് താഴത്തേക്കായിട്ട് വേറൊരു വീട് ഉണ്ട്. ആ വീട്ടിലാണ് നമ്മൾ ടോക്കൺ മേടിക്കേണ്ടത് കേട്ടോ. നമ്മൾ എരുമാട് വന്നിട്ട് നമ്മളിതേപോലെ ഇപ്പൊ എല്ല് പൊട്ടി വരുന്ന ആളുകളാണ്, അല്ലാന്നുണ്ടെങ്കിൽ വേദന, നടുവേദന, കാലുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ചതവ്, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വന്ന് കെട്ടിക്കുന്ന സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവര് പറഞ്ഞുതരും. ഇവിടെ അവരും അതായത് ഇപ്പൊ കെട്ടുന്ന സുരേഷ് എന്ന് പറഞ്ഞ ആളും പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ റിലേറ്റീവ്സും ആണ് ഇവിടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉള്ളത്. ഞാൻ കൃത്യമായിട്ട് അതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബോർഡിന്റെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മൾ കെട്ടി, ഇപ്രാവശ്യം വന്ന് കെട്ടി. കൃത്യമായിട്ട് നമ്മൾ പഥ്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ മരുന്ന് ചികിത്സ ചെയ്യാൻ. കാരണം ഇത് പച്ചമരുന്നാണ്. ഇവര് ഏകദേശം നൂറ്റാണ്ടുകളുടെ അടുത്ത് തന്നെയായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ചികിത്സയാണ് ഇവർ നടത്തുന്നത്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അമ്മ ഒരു 40 വർഷം മുന്നേ വീണിട്ട് ഇവിടുത്തെ അപ്പൂപ്പൻ വന്നിട്ട് പുള്ളി വന്ന് കെട്ടി. ഏകദേശം കെട്ടി ഒരു 10 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി മരണപ്പെട്ടത്. അന്ന് തന്നെ വല്യമ്മച്ചിക്ക് ഏകദേശം ഒരു 70 വയസ്സിനും 80 വയസ്സിനും മുകളിൽ പ്രായമുള്ള സമയത്താണ് വീണ് അങ്ങനെ കെട്ടിയതൊക്കെ. ഞാനൊക്കെ എനിക്ക് ചെറിയ ഓർമ്മയുള്ള സമയത്താണ് പിന്നീട് നമ്മുടെയൊക്കെ മുതുമുത്തശ്ശി എന്ന് പറയുന്ന പുള്ളിക്കാരി മരിച്ചത്. അപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഇവരുടെ ഈ ചികിത്സയിൽ നമുക്ക് അത്രത്തോളം പരിചയവും എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ടുണ്ട്. പിന്നെ നമ്മളിതൊക്കെ അറിഞ്ഞു വരുന്നത് നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണല്ലോ അറിയുക. വളരെ കുറഞ്ഞ ആളുകൾക്കുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. കാരണം കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന പച്ചമരുന്നാണ് ഇവരിവിടെ ചെയ്യുന്നത്. കൃത്യമായ പഥ്യവും അതേപോലെ തന്നെ തൈലവും കാര്യങ്ങളും ഒക്കെ ഇതിന് വേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ സുഹൃത്ത് അരുണ് തൈലം മേടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അവൻ കുറച്ച് അസോളയും കൂടി അവൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ചികിത്സയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കുപ്പിയിലാണ് നമുക്ക് തൈലം തരിക അവര്. എരുമാട് അങ്ങാടിയിലെ ഈ കാണുന്ന HP പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ളൊരു റോഡുണ്ട്. ആ റോഡിന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് തൈലം എന്നെഴുതിയിട്ടുള്ള ബോർഡ് കാണാം. ആ ബോർഡ് ഉള്ള ആ വീട്ടിലാണ് നമ്മൾ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ടോക്കൺ നമ്പർ തലേദിവസം ബുക്ക് ചെയ്യണം. ആ ടോക്കൺ നമ്പർ മേടിച്ച് 150 മീറ്റർ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് സുരേഷ് വൈദ്യരുടെ വൈദ്യശാല കാണാം. ഇപ്പോൾ ഞങ്ങൾ ചികിത്സയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഞാൻ എഴുതി ചേർക്കുന്നതാണ്. ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.